ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാളവ വ്ളോഗ്സ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അവിടെ മഴയൊക്കെ ഉണ്ടോ? ഞങ്ങളുടെ ഇവിടെ ഇപ്പം മഴയൊക്കെ പോയിട്ടോ. ഇന്ന് കുറച്ച് വെയിലൊക്കെ ഉണ്ട്. എല്ലാവരും സേഫ് ആണല്ലോ അല്ലേ? ഞങ്ങളെല്ലാവരും ഇവിടെ സേഫാണ് കേട്ടോ. അപ്പം ഇന്ന് എനിക്ക് 2 ദിവസമായിട്ട് ലീവാണ്. വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ 4 ദിവസം അപ്രതീക്ഷിതമായിട്ടൊരു ലീവ് കിട്ടി. ശനി ഞായർ ഓൾറെഡി ലീവ്, തിങ്കളും ചൊവ്വയും മഴ കാരണം കൊണ്ട് എനിക്കും മാളിനും ഭാവിക്കൊക്കെ ലീവായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഈ മാസം മേമയുടെ മോൻ്റെ കല്യാണം വരുന്നുണ്ട്. ഞാൻ ARലേക്ക് ഡ്രസ്സ് എടുക്കാൻ പോയ കാര്യം അറിയില്ലേ? അന്ന് മളനും ഭാവിക്കും ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഡ്രസ്സ്, ട്രഡീഷണലായിട്ട് എന്തെങ്കിലും ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കണം, പിന്നെ റിസപ്ഷൻ ഇടാൻ വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് എടുക്കണം, അങ്ങനെ വിചാരിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ സിയിലേക്കാണ് പോണത് കേട്ടോ. നമുക്ക് കാണാം. പാവാടയാണ്. ഷെയ്ക്ക് എന്ന് പറഞ്ഞ് വന്ന ആൾക്കാർ ഇവിടെ എത്തിയപ്പോൾ വാക്ക് മാറിയിട്ടോ. ഇവിടെ എത്തിയപ്പോൾ ഷവർമ്മ ഷേക്ക് വേണം, പക്ഷെ കിട്ടില്ല. എല്ലാം ഒന്നാ കിട്ടില്ല. ഷവർമ്മ ഷേക്ക്, ഷവർമ്മ ഫലൂദ വേണം. അമ്മ വാങ്ങണില്ല. വാങ്ങിക്കമ്മ ഫലൂദ. ഞാൻ പറയാം ഫലൂദ ഒട്ടുപൊളി. ഒരു കഫേ കയറിയിട്ട് എന്താണെന്ന് വെച്ചാൽ 2 ഷവർമ്മയും ഒരു ഫലൂദയും കഴിച്ചു കേട്ടോ. കിച്ചുവിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഷവർമ്മ എന്തോ ടേസ്റ്റ് കുറയുമ്പോൾ ഇനി ഒരു ഷവർമ്മയും നിങ്ങളുടെ കുഴിമന്തിയും വാങ്ങിക്കാൻ വന്നേക്കാട്ടോ. കിച്ചുവിനെ വാങ്ങിച്ചിട്ടില്ലല്ലോ, അപ്പോൾ അവനെ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ അവന് വേണ്ടിയിട്ട് അത് വാങ്ങിക്കാൻ വേണ്ടി വന്നു. ഇപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. കുറച്ച് പൈസ പൊടിച്ചപ്പോൾ സന്തോഷമായി എൻ്റെ മക്കൾക്ക്. ഡ്രസ്സ് എടുത്തിട്ട് ഞങ്ങൾ അവിടെ തന്നെ തയ്ക്കാൻ കൊടുത്തു കേട്ടോ. എന്താ വെച്ചാൽ വേറെ എവിടെയെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടില്ല. അപ്പോൾ പിന്നെ ഇവരെന്നെ അളവെടുക്കാൻ കൊണ്ടുപോകാൻ പിന്നീട് ഒരു ദിവസം പോകാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ 2 പേർക്കും പട്ടുപാവാടയും പിന്നെ ഞങ്ങൾക്ക് റിസപ്ഷൻ ഇടാൻ വേണ്ടിയിട്ട് 3 പേർക്ക് ഒരേപോലത്തെ കളർ ടോപ്പ് തുണി എടുത്തിട്ട് തയ്ക്കാൻ കൊടുക്കുക, ഫ്രോക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കല്യാണത്തിന് എല്ലാം കൂടെ ഒരുമിച്ച് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പൈസ ഉണ്ടാവില്ല. അപ്പോൾ കുറച്ചായിട്ട് ഇപ്പോൾ ഇവരുടെയൊക്കെ കഴിഞ്ഞ് കിച്ചുവിന് എടുക്കണം, ഷർട്ടും പാൻറ്റും മുണ്ടൊക്കെ എടുക്കണം. ബാക്കി ഒരുവിധമൊക്കെ കഴിഞ്ഞു. കിച്ചണിൽ കൊണ്ടുവന്ന് ഷവർമ്മയിൽ വെള്ളം ഇറക്കി നിൽക്കുകയായിരുന്നു. ഇവർ 2 പേരും ഒരേ ഷവർമ്മ കഴിച്ചു. ഞാനൊരു ചെറിയൊരു കഷ്ണം 2 ആളുടെ കുഞ്ഞു ഷവർമ്മ ഫലൂദ വാങ്ങിയിട്ട്, അത് സത്യം പറഞ്ഞാൽ ഈ ഫലൂദ എന്താന്ന് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അതിൽ സ്നാക്ക് ഞാൻ അയാളോട് ചോദിച്ചു വിട്ടു അതിൽ ഫ്രൂട്ട്സ് ആണ് ഉണ്ടാവുക ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു അല്ല നട്ട്സ് ആണ് എന്ന് പറഞ്ഞു. പക്ഷെ അതിൽ നട്ട്സും ഉണ്ട്, കൂടുതൽ ഫ്രൂട്ട്സും ഉണ്ട്. അതുകൊണ്ട് എനിക്കത് വലിയ ഇഷ്ടമില്ല. ഇവര് 3 ഐസ്ക്രീം മാത്രം കഴിച്ചിട്ടുള്ളൂ. മാളും അതിലത്തെ ഐസ്ക്രീം ഒക്കെ കഴിച്ചു. ഫുള്ള് കാലിയാക്കി കേട്ടോ. ഷവർമ്മയും കഴിച്ചു, ഫലൂദയും കഴിച്ചു.
പക്ഷെ എന്നിട്ട് തൊട്ടപ്പുറത്ത് നേരെ കിച്ചണിലുള്ള ഷവർമ എനിക്കെന്താ വലിയ ടേസ്റ്റ് പോലെ തോന്നിയില്ല. അപ്പം ഞാൻ അപ്പുറത്ത് നേരെ ഓപ്പോസിറ്റ് ഒരു ഷവർമ അൽഫാമൊക്കെ ഒരു പുതിയ ഷോപ്പ് കണ്ടു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി. അവിടെ 10 രൂപ വ്യത്യാസമായിട്ടോ. ഇവിടെ 110, അവിടെ അല്ല ഞങ്ങൾ കഴിച്ചോടത്ത് 120, അപ്പുറത്ത് 110. അപ്പോൾ അവിടെ നിന്നൊരു ഷവർമ മേടിച്ചു. പിന്നെ കുഴിമന്തി വേണം പറഞ്ഞ് ഒരു ഹാഫ് കുഴിമന്തി വാങ്ങിച്ചു. കുഴിമന്തി വാങ്ങിയാൽ മതി. 1000 രൂപ കട്ടപ്പുറത്തായി ഗൈസ്. പിന്നെ 5000 രൂപ, 6000 രൂപ. ഒന്നുമല്ലല്ലോ, വല്ലപ്പോഴൊക്കെ അല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോയതാണ് കേട്ടോ. പുറത്ത് പോയി കഴിഞ്ഞാൽ ഇവർക്ക് വിശപ്പ്, അത് കഴിച്ച് ഇത് കഴിച്ച് അങ്ങനെ അവർ എൻ്റെ പൈസ മൊത്തം കളയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എവിടെയും 1,00,000 രൂപയിൽ ഞങ്ങൾ ആ 1,00,000 രൂപയ്ക്ക് ഫുഡ് കഴിച്ചു. ഞാൻ കണ്ടില്ലേ, ഫുഡ് കഴിക്കാന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾക്ക് വേറെ ഒന്നുമില്ല, അത്ര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ ബൈ ബൈ.